9th ഓൺലൈൻ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററാണ്. അവിടെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഫസ്റ്റ് എങ്ങനെയാണ് മോഷൻ ഉണ്ടാകുന്നത് പറഞ്ഞു, അതിനുശേഷം ഫസ്റ്റ് ലോ പറഞ്ഞു, പിന്നെ നമ്മൾ മൊമെൻറ്റത്തെക്കുറിച്ച് പറഞ്ഞു, അതിൽ ചില പ്രോബ്ലംസ് നമ്മൾ ചെയ്തു, സെക്കൻഡ് ലോ പറഞ്ഞു, സെക്കൻഡ് ലോൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ഇമ്പൾസ്. ഇമ്പൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് ഫോഴ്സ് വളരെ ചെറിയൊരു സമയത്തേക്ക് ആക്ട് ചെയ്യുക. വളരെ വലിയൊരു ഫോഴ്സാണ്, പക്ഷേ ആക്ട് ചെയ്യുന്നത് എന്താണ്? വളരെ ചെറിയൊരു സമയത്തേക്കായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ആണി അടിക്കുകയാണ്, ഒരു ചുമരിൽ ആണി അടിച്ച് തറക്കുകയാണ്. നമ്മളൊരു ചുറ്റിക ഉപയോഗിച്ച് ആ ആണിയിലേക്ക് വലിയൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ ചുറ്റിക ആണിയിൽ പോയി തട്ടുന്ന സമയം ഇങ്ങനെ പോയിട്ട് തട്ടിയിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് പോരും. അപ്പോൾ ആ പോയി തട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. വലിയൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ ചെറിയൊരു സമയത്തേക്ക് മാത്രമേ ആ ഫോഴ്സ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇമ്പൾസ് എന്ന് വിളിക്കുക. അങ്ങനെ ഇമ്പൾസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലാർജ് ഫോഴ്സാണ്, അത് ചെറിയൊരു സമയത്തേക്കാണ് ആക്ട് ചെയ്യുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. എന്താണ് ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? I is equal to F into T എന്ന് എഴുതിയാൽ മതി. ഇനി ഇതിൻ്റെ യൂണിറ്റും കൂടി നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് എഫിൻ്റെ യൂണിറ്റ്? എന്താ? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ സെക്കൻഡ്, NS എന്നാണ് എഴുതുക. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് നമുക്ക് കിട്ടി. ഇതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദർ ഈസ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്, I is equal to F into T. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ. എന്താ എഫ് കാണാനുള്ള ഇക്വേഷൻ? M ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഇൻറ്റു ടി എന്ന് എഴുതാം. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? I is equal to F ഇൻറ്റു ടി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. എഫിന് പകരം നമ്മൾ ആരെ എഴുതി? M ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്ന ഈ സംഭവം എഴുതി. ഇൻറ്റു ടി അതേപോലെ എടുത്ത് എഴുതി. ഈ ടിയും നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. എന്താ വരിക? I സമം M ഇൻറ്റു വി മൈനസ് യു. ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എം വി മൈനസ് എം യു. ഇങ്ങനെയല്ലേ വരിക? I സമം എം വി മൈനസ് എം യു. എം വി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചതാണ്. എം വി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം, എം യു എന്ന് പറയുന്നത് ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എന്താ? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എന്തായിരിക്കും? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആയിരിക്കും. എന്തായിരിക്കും സാധനം? ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ I is equal to ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് കിട്ടി. I is equal to ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലെങ്കിൽ I is equal to ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്ന ഈ സംഭവം ഇപ്പോൾ നമുക്ക് കിട്ടിയതാണിതെന്ന്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഇമ്പൾസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഇമ്പൾസ് എന്തിനോട് ഈക്വൽ ആണ്? അവിടെയുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനോട് ഈക്വൽ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. അപ്പോൾ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ദ ഇമ്പൾസ് ഓൺ എ ബോഡി വിൽ ബി ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയണം. എന്നിട്ട് നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? ഈ സംഭവം എഴുതി കൊടുക്കണം. എന്താ വരിക? I is equal to F into T എന്ന് വരും. I is equal to F into T. F എന്ന് പറയുന്നത് M into V minus U by T ആണ്. ഇവിടെ ഒരു ടി അധികം ഇത് ഇവിടെ ഇറക്കിയിട്ടതാണ്. ഈ ടിയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? M ഇൻറ്റു വി മൈനസ് യു എന്ന് എഴുതിയിരിക്കും. ഇതിൽ നിന്ന് ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എം വി മൈനസ് എം യു എന്നാവും. എം വി മൈനസ് എം യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ദാറ്റ് ഈസ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ നമുക്ക് കിട്ടി. ഇനി ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് കരുതുക. അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം എപ്പോഴും സെയിം ആണ്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്തായിട്ട് കിട്ടിയെന്നാണ് പറഞ്ഞ്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയെന്നാണ് പറഞ്ഞു.
അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും I is equal to എന്തെഴുതാം, കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? I is equal to കോൺസ്റ്റൻ്റ് ആണെന്ന് എഴുതിക്കൂടെ? അതായത് I is equal to ചേഞ്ചിങ് മൊമെൻ്റ് ആണ്, ആ ചേഞ്ചിങ് മൊമെൻ്റ് എന്താ, കോൺസ്റ്റൻറ്റ്. അപ്പോൾ I is equal to കോൺസ്റ്റൻറ്റ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? I എങ്ങനെ കണ്ടുപിടിക്കുക? F into T. F into T is equal to എന്ത് എഴുതാം? അപ്പോൾ എ കോൺസ്റ്റൻറ്റ് എഴുതിക്കൂടെ? F into T is equal to കോൺസ്റ്റൻറ്റ്. അപ്പോൾ F is equal to ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ടീനെ നമ്മൾ അടിയിലേക്ക് കൊണ്ടുപോവുക, താഴത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊടുത്താൽ എഴുതാൻ പറ്റും F is proportional to 1/t. F is proportional to 1/t. ഈ ഒരു കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഫോഴ്സ് ചേഞ്ച് ഇൻ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആവുന്ന കണ്ടീഷനിൽ, ചേഞ്ച് ഇൻ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫോഴ്സ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ടൈമിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്താ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? ടൈം കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും, അല്ലെങ്കിൽ ടൈം കുറയുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും. അതാണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എങ്ങനെ കിട്ടിയത്? ചേഞ്ച് ഇൻ മൊമെൻ്റം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടി. I ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? അപ്പോൾ കോൺസ്റ്റൻറ്റ്. ചേഞ്ച് ഇൻ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻ്റത്തിനോട് ഈക്വൽ ആണ് ആര്? I. അപ്പോൾ I ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് എഴുതി. I എന്താ? F into T. F into T ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, F into T ഈക്വൽസ് എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു 1/t, അല്ലെങ്കിൽ F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T, അങ്ങനെയും പറയാം. അപ്പോൾ ടൈമും ഫോഴ്സും തമ്മിൽ എന്തായിരിക്കും? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന, ഈ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന 1-2 സിറ്റുവേഷനുകൾ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഒരു ക്യാച്ച് വരികയാണ്. ആ ക്യാച്ച് നമ്മൾ ഒരു ബോൾ വന്നിട്ട് നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യാൻ നോക്കുക. അങ്ങനെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കണത്? നമ്മൾ ഇങ്ങനെ പിടിച്ച് ഒന്നിങ്ങനെ കൈ പിന്നിലേക്ക് വലിക്കും. അതായത് ഇങ്ങനെ ബോൾ ഇങ്ങോട്ട് വന്ന് ആ ബോളിനോട് പിടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കൈ പിന്നിലേക്ക് വലിക്കും. എന്തിനാ പിന്നിലേക്ക് വലിക്കണത്? ബോൾ നല്ല ഫോഴ്സിലാണ് വരിക, അല്ലേ? ബോൾ നല്ല ഫോഴ്സിലാണ് വരിക. ആ ഫോഴ്സിൽ വന്ന ബോൾ നമ്മളെ കയ്യിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ കൈക്ക് എന്ത് വരും? ഒരു വേദന വരും. അല്ലെങ്കിൽ അവിടെ എന്താണ്? ആ വേദന നമ്മൾ ഇമ്പൾസ് ആയിട്ട് എടുക്കുകയാണ്. ആ ഇമ്പൾസ് അല്ലെങ്കിൽ വേദന അവിടെ ഉണ്ടാവും. അങ്ങനെ ആ ഫോഴ്സ് കുറയ്ക്കണം നമുക്ക്. ആ ഫോഴ്സ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്, ഓപ്പോസിറ്റ് ആണ്. ഫോഴ്സ് കുറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടൈം കൂടണം. ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ബോൾ പിടിക്കുന്ന ടൈം, അതായത് ബോൾ ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് കൈ റിലീസ് ചെയ്ത് വരും. അപ്പോൾ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാൻ സാധിക്കും. അപ്പോൾ സമയം നമ്മൾ കൂട്ടി. സമയം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് കുറയും? F കുറയും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വേദനയുടെ അളവ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ബോൾ പിടിക്കണതും കുറച്ചും കൂടി റിലീസ് ചെയ്ത് ബോൾ പിടിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പറയണത്. അങ്ങനെ വളരെ പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് വേദന കൂടുതലായിരിക്കും. കാരണം ടൈം കുറവാണ്. ടൈം കുറയുമ്പോൾ ഫോഴ്സ് കൂടുക ചെയ്യുക. നമ്മൾ കൈ ഇങ്ങനെ ബാക്കിലേക്ക് റിലീസ് ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കണത്? ടൈം നമ്മൾ കൂട്ടുകയാണ്. ടൈം കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമ്മളെ വേദനയും കുറഞ്ഞിട്ടുണ്ടാവും. അതൊരു എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പോൾ വാൾട്ട് കണ്ടിട്ടുണ്ടാവും. പോൾ വാൾട്ട് എന്ന് പറയുന്നത് എന്താ? ഒരു ഓടി വന്ന് ഒരു വടി ഇങ്ങനെ കുത്തി അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ചാടി മറിയുന്ന ഒരു ഗെയിം കണ്ടിട്ടില്ലേ? ആ പോൾ വാൾട്ട് ഗെയിമിൽ അവർ വന്ന് വീഴുന്നത് ഒരു കാറ്റ് നിറച്ചിട്ടുള്ള ബെഡിലേക്കായിരിക്കും. കാറ്റൊക്കെ നിറച്ചിട്ടുള്ള ഒരു ബെഡിലേക്ക്. അങ്ങനെ കാറ്റ് നിറച്ചിട്ടുള്ള ബെഡിലേക്ക് വീഴാനുള്ള കാരണം എന്താ? അവർ അത്ര ഉയരത്തുനിന്നാണ് വരുന്നത്. അങ്ങനെ ഉയർത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു മണലിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കാണെങ്കിൽ പോലും എന്താണ്? നമുക്ക് അവിടെ വേദന അനുഭവപ്പെടും, ഭയങ്കര വേദന അനുഭവപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കാറ്റ് നിറച്ച ബെഡിലേക്കാണ് വീഴ്ത്തണത്. അങ്ങനെ കാറ്റ് നിറച്ച ബെഡിലേക്ക് വീഴ്ത്തുമ്പോൾ എന്താ? അവർ വന്ന് വീഴുമ്പോൾ ആ കാറ്റ് നിറച്ച ബെഡ് എന്ത് ചെയ്യും? ഒന്നിങ്ങോട്ട് താഴും. എന്നിട്ടാണ് അത് പഴയ അവസ്ഥയിലേക്ക് വരുള്ളൂ. അപ്പോൾ അവർ വന്ന് വീഴുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്? വർദ്ധിപ്പിക്കാൻ പറ്റുകയാണ്. സമയം കൂട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? ഫോഴ്സ് കുറയും. അപ്പോൾ അവിടെ നമുക്ക് ആ വേദന അല്ലെങ്കിൽ ആ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണ്? നമ്മൾ ഈ ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ, അതായത് ഗ്ലാസ്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കാറുണ്ട്? സ്പോഞ്ചുകൾ വെക്കാറുണ്ട്. സ്പോഞ്ചസ് അല്ലെങ്കിൽ വൈക്കോലൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ വൈക്കോലൊക്കെ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ? ഇതിങ്ങനെ ഇളകുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് സ്പോഞ്ചൊക്കെ ആണെങ്കിൽ എന്താണ്? അവിടെയും ഇവിടെയും പോയി തട്ടുമ്പോഴുള്ള സമയം ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് സ്പോഞ്ചാണെങ്കിൽ സ്പോഞ്ച് ഇങ്ങനെ അമർന്ന് പൊന്തി വരും. അങ്ങനെ അമർന്ന് പൊന്തി വരുമ്പോൾ ആ സമയം എന്ത് ചെയ്യും? നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അല്ല വളരെ പെട്ടെന്ന് പോയി തട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഈ സ്പോഞ്ചിലാണ് തട്ടുന്നതെങ്കിൽ എന്താണ്? ഇങ്ങനെ പോയി അമർന്ന് ഇങ്ങനെ തിരിച്ചു വരാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ സമയം നമ്മൾ കൂട്ടുകയാണ്. അങ്ങനെ സമയം കൂട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് കുറയും. അതുവഴി അതിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നാലാമത്തെ എന്താണ്? നാലാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ കരാട്ടേക്കാരൊക്കെ വളരെ ഈസി ആയിട്ട് ഓടൊക്കെ അങ്ങനെ വെച്ച് അതിങ്ങനെ കൈകൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അടിച്ച് പൊട്ടിക്കുന്നത് അവർ വളരെ പെട്ടെന്നാണ് ആ ഫോഴ്സ് കൊടുക്കുക. അല്ലാതെ മെല്ലെ പോയിട്ട് ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടില്ല.
വളരെ സ്പീഡിൽ എന്ത് ചെയ്യും, ആ ഫോഴ്സ് കൊടുക്കും. അങ്ങനെ വളരെ സ്പീഡിൽ ആ ഫോഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സമയം വളരെ സ്പീഡ് എന്ന് പറയുമ്പോൾ സമയം കുറയ്ക്കുകയാണ്, വളരെ പെട്ടെന്ന് പോയി തട്ടുകയാണ്. അപ്പോൾ ടൈം കുറയും. ടൈം കുറയുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. അപ്പോഴാണ് ആ ഇഷ്ടികയും അതേപോലെ തന്നെ ആ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പൊട്ടിപ്പോകുന്നത്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിളുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇമ്പൾസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഇമ്പൾസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനോട് ഈക്വൽ ആണ്. അതിനെ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് വിളിക്കും. പിന്നെയാണ് നമ്മൾ ഈ കണ്ടീഷൻ പറഞ്ഞത്, ഫോഴ്സ് ചേഞ്ച് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവുന്ന കണ്ടീഷനിൽ ഫോഴ്സ് എന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ടൈമിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ എക്സാമ്പിളുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ. ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോയിൽ പറയുന്ന കാര്യം, ടു എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് എന്തൊരു ആക്ഷൻ അവിടെ നടത്തി കഴിഞ്ഞാലും അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് റിയാക്ഷൻ അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് വിളിച്ചത്. അതായത് ഒരു ആക്ഷനും റിയാക്ഷനും അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആക്ഷനും റിയാക്ഷനും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്, ഫ്ലോറിലൂടെ അങ്ങനെ നടക്കുകയാണ്. അയാൾ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാല് ഉപയോഗിച്ച് ഒരു ഫോഴ്സ് നമ്മളുടെ ഫ്ലോറിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഫ്ലോറിലേക്ക് അയാൾ കൊടുക്കുന്നതിനെ നമ്മൾ ആക്ഷനായിട്ട് എടുക്കുക. അയാൾ എന്ത് ചെയ്യുന്നു? ഫ്ലോറിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു കാലുപയോഗിച്ച്, അതിനെ നമ്മൾ ആക്ഷനായിട്ട് എടുത്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കാലിങ്ങനെ അമർത്തി വയ്ക്കുമ്പോഴാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്ലോർ എന്ത് ചെയ്യുന്നു? നേരെ ഓപ്പോസിറ്റായിട്ട്, നമ്മൾ നേരെ താഴേക്കാണ് ഫോഴ്സ് കൊടുത്തത്, അതിന് നേരെ ഓപ്പോസിറ്റ് മുകളിലേക്കായിട്ട് ഫ്ലോർ എന്ത് ചെയ്യുന്നു? ഒരു സെയിം ഫോഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? അവിടുത്തെ റിയാക്ഷൻ എന്ന് വിളിക്കും. ആ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആക്ഷനാണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ആക്ഷൻ എന്ന് വിളിക്കും. അവിടുന്ന് നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? റിയാക്ഷൻ എന്ന് വിളിക്കും. അതാണ് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ ആക്ഷനും റിയാക്ഷനും ഒക്കെ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിലായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. ആക്ഷനും റിയാക്ഷനും കൂടി ഒരേ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടില്ല. ഒരാൾക്ക് ആക്ഷൻ ആണെങ്കിൽ മറ്റേ ആൾക്ക് ഉണ്ടാകുന്ന എന്തായിരിക്കും? റിയാക്ഷൻ ആയിരിക്കും. അതാണ് ആക്ഷനും അതുപോലെ തന്നെ റിയാക്ഷനും. ഇനി രണ്ട് ബോഡീസ്, അതായത് രണ്ട് ബോഡികൾ ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലോറും നമ്മളെ കാലും തമ്മിലൊരു ഇൻട്രാക്ഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആക്ഷനാണ്, അപ്പോൾ ഫ്ലോർ നമുക്ക് തരുന്ന എന്തായിരിക്കും? റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ആക്ഷനും റിയാക്ഷനും ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് 2-3 എക്സാമ്പിളുകൾ നോക്കാം. അതായത് ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ കാര്യമായിട്ട് ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. അതായത് എന്താണ്? ഈ പറയുന്ന എക്സാമ്പിളുകൾ ചോദിക്കും, എന്നിട്ട് അതിൽ ആക്ഷനും റിയാക്ഷനും എഴുതാൻ പറയും. നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. ഒന്ന്, എ മാൻ ജംപ്സ് ഫ്രം എ ബോട്ട് ടു ദ ഷോർ. അതായത് ഒരാൾ ഒരു തോണിയിൽ നിൽക്കുകയായിരുന്നു. ആ തോണി ഇങ്ങനെ കരയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ തോണിയിൽ നിന്ന് അയാൾ ആ പുറത്തേക്ക്, അതായത് തീരത്തേക്ക് അങ്ങോട്ട് ചാടുകയാണ്. അതാണ് സിറ്റുവേഷൻ. ഇവിടുത്തെ ആക്ഷൻ ഏതാണ്, റിയാക്ഷൻ ഏതാണെന്ന് പറയണം. നോക്കാം. ആക്ഷൻ എന്താ വരിക? അയാൾ ഒരു ഫോഴ്സ് ആ ബോട്ടിലേക്ക് കൊടുത്തു, അല്ലേ? ഫോഴ്സ് അയാൾ കൊടുത്ത ഫോഴ്സ് ബോട്ടിലേക്കാണ്. അയാളിങ്ങനെ ഫോഴ്സ് ആ ബോട്ടിലേക്കാണ് കൊടുത്തിട്ടാണ് അയാൾ മുന്നോട്ട് ചാടാൻ നോക്കണത്. അപ്പോൾ അയാൾ കൊടുക്കുന്ന ഫോഴ്സിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? ആക്ഷൻ ആയിട്ട് എടുത്തു, അല്ലേ? അപ്പോൾ എന്താണ്? അയാൾ ആ ബോട്ടിലേക്കാണ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോട്ട് എന്ത് ചെയ്യും? കുറച്ച് പിന്നിലേക്ക് പോയിട്ടുണ്ടാവും. അവിടുത്തെ റിയാക്ഷൻ നമുക്ക് കിട്ടും. എങ്ങനെ? അയാൾക്ക് മുന്നോട്ട് ചാടാൻ സാധിക്കും. അപ്പോൾ അത് അവിടുത്തെ റിയാക്ഷനാണ്. അയാൾ കൊടുത്ത ഫോഴ്സ് പിന്നിലേക്കാണ്, അത് ബോട്ടിനെ കുറച്ച് പിന്നിലേക്ക് നീക്കി, പക്ഷെ അയാൾ പോയത് എങ്ങട്ടാ? മുന്നിലേക്ക്, തീരത്തേക്ക് ചാടാൻ സാധിച്ചു. അത് റിയാക്ഷൻ ആയിട്ട് നമ്മൾ പറയും. രണ്ടാമത്തെ എക്സാമ്പിൾ, എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഒരു തോക്ക് ഉപയോഗിച്ച് നമ്മൾ വെടിയുതിർക്കുകയാണ്. അങ്ങനെ ഒരു ബുള്ളറ്റ് അതിൽ നിന്ന് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ആ പിസ്റ്റളിൽ പിടിച്ചിട്ട് വലിക്കും. ആ പിസ്റ്റളിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കൊടുക്കുന്നത് ഫോഴ്സ്, അത് അവിടുത്തെ ആക്ഷനാണ്. നമ്മൾ പിന്നിലേക്കാണ് പിടിച്ച് വലിക്കുക. അങ്ങനെ പിന്നിലേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ബുള്ളറ്റ് എന്ത് ചെയ്യും? അതിൽ നിന്ന് മുന്നിലേക്ക് പോകും. ദാറ്റ് ഈസ് റിയാക്ഷൻ. ഓക്കെ. മൂന്നാമത്തത്, എ ബോട്ട് ഈസ് റോഡ്. നമ്മളൊരു തോണി തുഴയാണ്. തോണി തുഴയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഫോഴ്സ് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? വെള്ളത്തിലേക്ക്, ബാക്കിലേക്ക് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുക. അത് ആക്ഷനായിട്ട് നമ്മൾ പറഞ്ഞു. ഫോഴ്സ് നമ്മൾ ബാക്കിലേക്ക് കൊടുക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് ബോട്ട് എന്ത് ചെയ്യുന്നു? മുന്നിലേക്ക് പോകുന്നു. അത് അവിടുത്തെ റിയാക്ഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ തന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആക്ഷനും അതുപോലെ തന്നെ റിയാക്ഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്ഷനും റിയാക്ഷനും ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരെന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. പക്ഷേ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞത്.
അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും അവരുടെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാം, F12 എന്ന് നമ്മൾ എഴുതി. എന്താ F12 എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ ഫസ്റ്റ് ഒബ്ജക്റ്റ് ബൈ ദ സെക്കൻഡ്. അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടാവും നമുക്കറിയാം. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ആൾക്ക് കൊടുക്കുന്ന ഫോഴ്സ്, ഫോഴ്സിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുക? F12 എന്ന് എഴുതുക. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ആൾക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് F12. തെറ്റിപ്പോകാൻ പാടില്ല. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ആൾക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് F12. ഇനി നമുക്ക് എഴുതാം രണ്ടാമത്തത് F21. എന്താ F21 എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ ഒബ്ജക്റ്റ് രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുന്ന ഫോഴ്സ്. ഇവിടെ എന്തായിരുന്നു? രണ്ടാമത്തേത് ഒന്നാമത്തെ ആൾക്ക്, ഇവിടെ ഒന്നാമത്തേത് രണ്ടാമത്തെ ആൾക്ക്. ഈ രണ്ട് ഫോഴ്സും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ തേർഡ് ലോ പ്രകാരം അവിടെയുള്ള ഫോഴ്സിനെ എങ്ങനെ എഴുതാം? F12 is equal to minus of F21 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ F12 F21 എന്താണെന്ന് അറിയണം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഫസ്റ്റ് ബോഡി ബൈ ദ സെക്കൻഡ്. അതായത് ഒന്നാമത്തെ ആൾക്ക് രണ്ടാമത്തെ ആൾ കൊടുക്കുന്ന ഫോഴ്സാണ്. ഫോഴ്സ് ഓൺ ഫസ്റ്റ് ബോഡി ബൈ ദ സെക്കൻഡ്. ഇവിടെ ഫോഴ്സ് ഓൺ സെക്കൻഡ് ബോഡി ബൈ ദ ഫസ്റ്റ്. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പോസിറ്റും ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. മൊമെൻറ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൽ പറയുന്ന കാര്യം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു എക്സ്റ്റേണലായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം വിൽ ബി കോൺസ്റ്റൻറ്റ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിച്ചു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഇനി എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൂഫ്, എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, M1 M2. ഒന്നാമത്തെ മാസ് M1, രണ്ടാമത്തെ മാസ് M2. ഒന്നാമത്തെ ആൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി U1, രണ്ടാമത്തെ ആൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി U2. അത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ ഈ ഒന്നാമത്തെ ആളുടെ വെലോസിറ്റി, രണ്ടാളും ഒരേ ഡയറക്ഷനിൽ ഒരേ ലൈനിലാണ് പോണത്. അങ്ങനെ പോകുമ്പോൾ ഒന്നാമത്തെ ആളുടെ വെലോസിറ്റി രണ്ടാമത്തെ ആളേക്കാൾ കുറച്ച് കൂടുതലാണ്. അതായത് പിന്നിൽ വരുന്ന ആളുടെ വെലോസിറ്റി എന്താണ്? കുറച്ച് കൂടുതലാണ്. അങ്ങനെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാൻ പറ്റും, കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? കൂട്ടിമുട്ടും, ഒരു കൊളീഷൻ നടക്കും. ആ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ചിത്രം നോക്കുക, അതായത് ആഫ്റ്റർ കൊളീഷന് ശേഷം. അങ്ങനെ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ മാസിൽ എന്തായാലും ചേഞ്ച് വരില്ല, പക്ഷേ വെലോസിറ്റിക്ക് എന്ത് വന്നിട്ടുണ്ടാവും? ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക? അല്ല, വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് വരും. അപ്പോൾ ഒന്നാമത്തെ ആളുടെ വെലോസിറ്റി V1 രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി എന്തായി മാറി? V2 ആയിട്ട് മാറി. എന്താണ് പറഞ്ഞത്? രണ്ട് മാസുകൾ M1 M2 അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരേ ലൈനിൽ ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ആൾക്ക് രണ്ടാമത്തെ ആളേക്കാൾ കുറച്ചുകൂടി സ്പീഡ് ഉണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? മറ്റേ ആളെ പോയിട്ട് ഇടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്താണ്? ഒന്നാമത്തെ ആളുടെ U1 എന്നുള്ള വെലോസിറ്റി V1 ആയിട്ടും രണ്ടാമത്തെ ആളുടെ U2 എന്നുള്ള വെലോസിറ്റി V2 ആയിട്ടും മാറി. അത് കിട്ടി. ഇനി ഇതെന്ന് നമുക്ക് ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് കൊളീഷന് മുമ്പുള്ളത്, ഇത് കൊളീഷന് ശേഷമുള്ളത്. അപ്പോൾ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം എങ്ങനെയാണ് പിടിക്കുക? മാസിൻ്റെ വെലോസിറ്റി. ഇയാളുടെ മൊമെൻറ്റം എന്താ? മാസിൻ്റെ വെലോസിറ്റി ചെയ്യുക, M1 × U1, ഇയാളുടെ M2 × U2. അപ്പോൾ എഴുതാൻ പറ്റും ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്താണ്? M1 U1 + M2 U2. എഴുതിക്കൂടെ? അതേപോലെ ആഫ്റ്റർ കൊളീഷൻ നോക്കുക, ഒന്നാമത്തെ ആളുടെ M1 ഇവിടെ വെലോസിറ്റി V1, M1 V1, ഇവിടെ M2 V2.
ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഈക്വൽ ടു m1v1 പ്ലസ് m2v2 അതും എഴുതി. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ എന്താണെന്നും ആഫ്റ്റർ കൊളീഷനും ബിഫോർ കൊളീഷനും അവിടെയുള്ള മൊമെൻറ്റം നമുക്ക് കിട്ടി. ഇത് രണ്ടും എന്താണെന്ന് തെളിയിക്കണം, ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതായത് ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിക്കുകയാണ് നമ്മളുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒന്നാമത്തെ ഒബ്ജക്റ്റിനെ എടുത്തു. എ എന്ന് പറയുന്ന ഒന്നാമത്തെ ഒബ്ജക്റ്റ് നമ്മൾ എ എന്ന് വിളിച്ചു. അങ്ങനെ എ എന്ന് പറയുന്ന ഒന്നാമത്തെ ഒബ്ജക്റ്റിനെ എടുത്തപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം, അയാളുടെ ഇനീഷ്യൽ മൊമെൻറ്റം പറയാൻ പറ്റും. ഇവിടുന്ന് ഇനീഷ്യൽ മൊമെൻറ്റം ഉണ്ടാവുക എത്രയാണ്? m1u1 എഴുതി നമ്മൾ. അയാളുടെ തന്നെ ഈ എ എന്ന് പറയുന്ന ആളുടെ തന്നെ ഫൈനൽ മൊമെൻറ്റം എത്രയാണ്? m1v1 എഴുതി വെച്ചു. ഇനീഷ്യലും ഫൈനലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണും? ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണും. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു m1v1 മൈനസ് m1u1 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് എന്ത് കാണും നമ്മൾ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണും. m1v1 മൈനസ് m1u1/t. എയുടെ ഇനീഷ്യൽ കണ്ടു, ഫൈനൽ കണ്ടു, ചേഞ്ച് കണ്ടു, റേറ്റ് കണ്ടു. എ എന്ന് പറയുന്ന ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ. ഇതേപോലെ നമ്മൾ എന്ത് കാണും? രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ബിയുടെ ഈ രണ്ടാമത്തെ ആളുടെ നോക്കുക. എന്താണ് ഇനീഷ്യൽ മൊമെൻറ്റം? എന്താ വരിക? m2u2. അത് നമ്മൾ എഴുതി. ഫൈനൽ മൊമെൻറ്റം എന്താ വരിക? m2v2. അതും നമ്മൾ എഴുതി. ഫൈനലും ഇനീഷ്യലും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടും. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു m2v2 മൈനസ് m2u2. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം m2v2 മൈനസ് m2u2/t. ടി കൊണ്ടായിരിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, തേർഡിലോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഫോഴ്സ് ബൈ ബി ഓൺ എ. നേരത്തെ 1/2 എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഫോഴ്സ് ഓൺ 2/1 അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞത്. ഇവിടെ എയും ബി ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഫോഴ്സ് ഓൺ ബി ഓൺ എ, അതായത് ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ മേലെ എ കൊടുക്കണ ഫോഴ്സ്, ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എയിൽ കൊടുക്കണ ഫോഴ്സ് എങ്ങനെ എഴുതുക? എഫ് എ ബി എന്നുള്ളത് ഒന്നാമത്തായിട്ട് നമ്മൾ എടുത്തു. എഫ് എ ബി എന്ന് പറയുന്നത് ഒന്നാമത്തേതായിട്ട് എടുത്തു. അതേപോലെ ഫോഴ്സ് ബൈ എ ഓൺ ബി, അതായത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബിയിൽ കൊടുക്കണ ഫോഴ്സ് എഫ് ബി എ എന്ന് എടുത്തു. അതെന്തെടുത്തു? ഇവിടുത്തെ റേറ്റ് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? എഫ് എ ബി എന്ന് പറയുന്നത് m1v1 മൈനസ് m1u1/tയും എഫ് ബി എ എന്ന് പറയുന്നത് m2v2 മൈനസ് m2u2/t എന്നും കിട്ടി. ഓക്കെ, ന്യൂട്ടൺ തേർഡ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എഫ് എ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എഫ് ബി എ ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെ എഴുതാം. എഫ് എ ബി എന്താ? ഇതെടുത്ത് എഴുതാം. m1v1 മൈനസ് m1u1/t എടുത്തെഴുതി. ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് നമ്മളിവിടെ ഇട്ട് കൊടുത്തു. എഫ് ബി എ ഈ സംഭവം എടുത്ത് താഴത്തേക്ക് എഴുതി. രണ്ട് സൈഡിൽ എന്തുണ്ട്? ഓരോ ടി ഉണ്ട്. എന്ത് ചെയ്തു? നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ആരാ ബാക്കിയുള്ളത്? m1v1 മൈനസ് m1u1. ഇവിടെ ബ്രാക്കറ്റ് തുറക്കുകയാണ്, അതായത് മൈനസിനെ ഉള്ളിലേക്ക് കൊടുക്കണം. മൈനസ് m2v2 എഴുതി. ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു മൈനസും എന്തായി? പ്ലസ് ആയി. പ്ലസ് m2u2 അതും കിട്ടി. ഓക്കെ അല്ലേ? ഇനി m1v1 ഈ മൈനസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ ഉള്ള മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്തായി? പ്ലസ് ആയി. m1v1 പ്ലസ് m2v2. ഇവിടെ മെറ്റീരിയലിൽ m1 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതായത് ഇവിടെ m2v2 എന്നാക്കി മാറ്റുക. m1v2 എന്നാണ് എഴുതിയിട്ടുണ്ടാവുക, അത് m2v2 എന്നാക്കിയിട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് കിട്ടി ഇവിടെ എന്താ? m1v1 പ്ലസ് m2v2 ഈക്വൽ ടു ഈ മൈനസിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഇങ്ങോട്ടൊരു മൈനസിനെ കൊണ്ടുവന്നപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു മൈനസിനെ കൊണ്ടുപോയി. മൈനസ് ഇവിടെ എത്തുമ്പോഴൊക്കെ എന്തായി? പ്ലസ് ആയി. അപ്പോൾ m1u1 ഇവിടെ ആരുണ്ട്? m2u2 ഉണ്ട്. അപ്പോൾ m1v1 പ്ലസ് m2v2 ഇസ് ഈക്വൽ ടു m1u1 പ്ലസ് m2u2. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ, ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്താ? m1u1 പ്ലസ് m2u2. അവിടെ കിട്ടിയില്ലേ? ആഫ്റ്റർ കൊളീഷൻ എന്താ? m1v1 പ്ലസ് m2v2. അത് ഇവിടെയും കിട്ടിയില്ലേ? അതായത് m1u1 പ്ലസ് m2u2 അത് ഇവിടെ ഉണ്ട്. ആഫ്റ്റർ കൊളീഷൻ m1v1 പ്ലസ് m2v2 അത് ഇവിടെയുണ്ട്. അപ്പോൾ രണ്ട് ഇതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും എന്താണ്? സെയിം ആണ്. അല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഈ പ്രൂഫാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക? ആദ്യം ചിത്രം വരച്ചേക്കുക, അതിൽ നിന്ന് ഈ ഇക്വേഷൻ എഴുതാൻ സിമ്പിളല്ലേ? ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും നോക്കിയാൽ പോരെ? എ എന്ന് പറയുന്ന ഇവിടുത്തെ ടോട്ടൽ മൊമെൻറ്റ് എത്ര നോക്കുക? m1u1 പ്ലസ് m2u2. ഇവിടുത്തെ ആഫ്റ്റർ കൊളീഷൻ ആകുമ്പോൾ m1v1 പ്ലസ് m2v2 അത് എഴുതി വെച്ചു. ഒന്നാമത്തെ ആളെ എടുക്കുക, എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ.
അതിൻ്റെ ഇനീഷ്യൽ കാണുക, ഫൈനൽ കാണുക, ചേഞ്ച് കാണുക, റേറ്റ് കാണുക. ബി എന്ന് പറയുന്ന ആളെ എടുക്കുക. ഇനീഷ്യൽ, ഫൈനൽ, ചേഞ്ച്, റേറ്റ്. ഇത് എഴുതാൻ അറിയില്ലേ? എഫ് ബി എ കൊടുക്കുക ഒന്നാമത്തെ ആൾക്ക്, എഫ് എ ബി കൊടുക്കുക ഒന്നാമത്തെ ആൾക്ക്, എഫ് ബി എ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുക. ഇവിടെ ഒരു മൈനസ്, ഇവിടെ നമ്മൾ ന്യൂട്ടൺ തേർഡ് ലെവൽ പഠിച്ചാൽ ഈ മൈനസ് ഇട്ട് കൊടുക്കുക. നേരെ ഇവിടുത്തെ ഒരു മൈനസിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക, ഈ മൈനസിനെ ഇങ്ങോട്ടും കൊണ്ടുപോകുക. ഇത്രേ ഉള്ളൂ. M1V1 + M2V2 = M1U1 + M2U2. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഗണ്ണിൻ്റെ കേസാണ്. ഈ ഗണ്ണിൻ്റെ കേസിൽ ഈ ഗണ്ണ് നമ്മൾ ബിഫോർ ഫയറിങ്ങും ആഫ്റ്റർ ഫയറിങ്ങും ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നോക്കണത്. ബിഫോർ ഫയറിങ് ആകുമ്പോൾ അതിൽ ഒരു ബുള്ളറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള ബുള്ളറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്, റെസ്റ്റിലാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ വെലോസിറ്റി ഒന്നും ഉണ്ടാവില്ല. അതായത് ബുള്ളറ്റ് മൂവ് ചെയ്യണില്ല, ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടൊന്നും പറയാൻ കഴിയില്ല അവിടെ. പക്ഷേ നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ബുള്ളറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. ബുള്ളറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ ബുള്ളറ്റിൻ്റെ മാസ് നമ്മൾ സ്മോൾ ലെറ്റർ എം ആയിട്ട് പറഞ്ഞു. ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ എം. ബുള്ളറ്റ് മൂവ് ചെയ്യുന്നൊരു വെലോസിറ്റി ഉണ്ടാവും, അതിനെ സ്മോൾ വി ആയിട്ട് നമ്മൾ എടുത്തു. സ്മോൾ വി ആയിട്ട് എടുത്തു. ഇനി ഈ ഗണ്ണിൻ്റെ മാസ് നമ്മൾ എത്രയായിട്ട് എടുക്കുകയാണ്? ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കുകയാണ്. ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒരു ഗണ്ണ് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അതേ സമയത്ത് ആ ഗണ്ണൊന്ന് പിന്നിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവും. ബുള്ളറ്റ് നമ്മളെ പിസ്റ്റൾ വിളിച്ച് വലിക്കുമ്പോൾ ബുള്ളറ്റ് മുന്നിലേക്ക് പോവും. അതേ സമയത്ത് ആ ഗണ്ണ് എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് മൂവ് ചെയ്യും. ആ ജസ്റ്റ് പിന്നിലേക്ക് മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റി, അതായത് ഈ ഡയറക്ഷനിലെ വെലോസിറ്റി ഉണ്ടാവും, അതിനെ നമ്മൾ ക്യാപിറ്റൽ വി ആയിട്ട് എടുത്തു. നമുക്കറിയാം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ്. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ് എന്ന് പറയുമ്പോൾ ഫയർ ചെയ്യുന്നതിന് മുമ്പ് എന്തില്ല? ഇവിടെ ഈ വെലോസിറ്റി ഇല്ല, കാരണം ബുള്ളറ്റ് മൂവ് ചെയ്യണില്ല. ഈ വെലോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റം ബിഫോർ ഫയറിങ് എന്താണ്? 0 ആണ്. ബിഫോർ ഫയറിങ്ങിലുള്ള മൊമെൻറ്റം എന്താണ്? 0 ആണ്. പക്ഷേ ആഫ്റ്റർ ഫയറിങ്, മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് നോക്കാം. മൊമെൻറ്റം ആഫ്റ്റർ എന്താ വരിക? എന്തൊക്കെ ഉണ്ടാവും അതിൽ? ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന മാസും വെലോസിറ്റി. ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന മാസ് എം, വെലോസിറ്റി വി. അതുപോലെ തന്നെ ഗണ്ണ് പിന്നിലേക്ക് ചെറുക്കി എന്ന് നമ്മൾ പറഞ്ഞു, പിന്നിലേക്ക് വലിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മൊമെൻറ്റം ഉണ്ടാവും, ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി. ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ മൊമെൻറ്റം ബിഫോറും ഉണ്ട്, മൊമെൻറ്റം ആഫ്റ്ററും ഉണ്ട്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൽ പറഞ്ഞിട്ടുണ്ട് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്നാണ്. അപ്പോൾ ഇതും എന്താണ്? ഈക്വൽ ആയിട്ട് എഴുതാം. അതായത് 0 = mv + mv. ഇങ്ങനെ എഴുതിക്കൂടെ? ഈ എം വിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ നമ്മളൊക്കെ എന്താവും? -mv = mv എന്ന് വരും. ഓക്കെ, ഈ വി ആണ് നമുക്ക് കിട്ടേണ്ടത്, ക്യാപിറ്റൽ വി. ക്യാപിറ്റൽ വിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ -m ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തായി? mv / -m. ഇങ്ങനെയല്ലേ? ഈ മൈനസ് നമ്മൾ എന്ത് ചെയ്യും? മുകളിലേക്ക് എടുത്തെഴുതും. -mv / M. ഇതാണ് ആ ബുള്ളറ്റ് പിന്നിലേക്ക് മൂവ് ചെയ്യുന്ന വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കും എന്താണ്? റീകോയിൽ വെലോസിറ്റി എന്ന് പറയും. എന്താണ് വെലോസിറ്റി? റീകോയിൽ വെലോസിറ്റി. ആ റീകോയിൽ വെലോസിറ്റി കാണുമ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ വന്നിട്ടുണ്ട് അല്ലേ? ആ മൈനസ് സൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബുള്ളറ്റ് മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആരുണ്ടാവുക? റീകോയിൽ വെലോസിറ്റി ഉണ്ടാവുക അല്ലേ? ബുള്ളറ്റ് മുന്നിലേക്കാണ് മൂവ് ചെയ്യുക, ആ സമയത്ത് പിന്നിലേക്കാണ് റീകോയിൽ വെലോസിറ്റി. ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാനാണ് ആര് വന്നിട്ടുള്ളത്? ഈ മൈനസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. എന്താ റീകോയിൽ വെലോസിറ്റി? നമ്മൾ 2 കണ്ടീഷൻ എടുക്കുകയാണ്, ബിഫോർ ഫയറിങ്ങും ആഫ്റ്റർ ഫയറിങ്ങും. ബിഫോർ ഫയറിങ് ആകുമ്പോൾ മൊമെൻറ്റം 0 ആണ്, കാരണം ആരും മൂവ് ചെയ്യണില്ല, ബുള്ളറ്റ് മൂവ് ചെയ്യണില്ല, തോക്കിനും മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല, ഗണ്ണിലും മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ആഫ്റ്റർ ഫയറിങ് ആയിരിക്കുമ്പോൾ എന്താണ്? ബുള്ളറ്റ് മുന്നിലേക്ക് മൂവ് ചെയ്തു, വിത്ത് വെലോസിറ്റി സ്മോൾ ലെറ്റർ വി, മാസ് എം. അതേ ടൈമിൽ ക്യാപിറ്റൽ എം എന്നുള്ള ഈ മാസുള്ള ഗണ്ണ് എന്ത് ചെയ്യും? വെലോസിറ്റിയിൽ ഒന്ന് പിന്നിലേക്ക് മൂവ് ചെയ്യും, ജസ്റ്റ് ഒരു പിന്നിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് mv + mv എന്ന് എഴുതാം. mv എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെയും ഇത് ഗണ്ണിൻ്റെയാണ്. ഇനി
ഇത് രണ്ടും ഈക്വൽ ആണ്. ഏത് പ്രകാരം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ 0 = mv + mv എന്ത് എഴുതാം? ഈ മൈനസ് എം വിനെ എങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് എം വി = mv, v = mv/-m. അപ്പോൾ മൈനസിനെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ v = -mv/m. ഈ വെലോസിറ്റി, അതായത് തോക്ക് പിന്നിലേക്ക് മൂവ് എന്ന് പറഞ്ഞില്ലേ, ആ വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഒരു പുതിയ ടൈപ്പിലുള്ള മോഷനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് സർക്കുലാർ മോഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഒരു സർക്കുലാർ പാത്തിലൂടെയാണ്. സർക്കുലാർ പാത്തിലൂടെയാണെങ്കിൽ അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഈ സർക്കുലാർ മോഷൻ ഒരു സർക്കിൾ പാത്തിലൂടെ മൂവ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെന്ന് കരുതാം. ഈ ഒബ്ജക്റ്റാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ മൂവിങ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തി, കറങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മൂവിങ് ഡയറക്ഷൻ ഇതാണ്. ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ മൂവിങ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മൂവിങ് ഡയറക്ഷൻ മുകളിലേക്കാണ്, അല്ലേ? അങ്ങനെ ഓരോ ടൈമിലും അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈമിലും ഡയറക്ഷൻ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റിക്കും എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. കാരണം വെലോസിറ്റി ഒരു ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ ഡയറക്ഷൻ, മൂവിങ് ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വെലോസിറ്റിക്കും എന്ത് വരും? ചേഞ്ച് വരും. ഈ വെലോസിറ്റി ചേഞ്ച് കാരണം ഒരു ആക്സിലറേഷൻ അവിടെ ഉണ്ടാവും. ആ ആക്സിലറേഷൻ്റെ പ്രത്യേകത, ഇതൊരു സർക്കുലാർ മൂവ്മെൻ്റ് ആണ്. ആ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത് ഈ സെൻറ്ററിലേക്കായിരിക്കും. അതായത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റ് നേരെ സെൻറ്ററിലേക്കായിരിക്കും ആ ആക്സിലറേഷൻ ഉണ്ടാവുക. ഈ ആക്സിലറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എന്താ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ മൂവിങ് ഒബ്ജക്റ്റ് ഇൻ എ സർക്കുലാർ പാത്ത് ടുവാർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. സെൻറ്ററിലേക്കാണ് ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് സെൻറ്ററിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണെന്ത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇങ്ങനെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അവിടെ ഉണ്ടെങ്കിൽ ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എക്സാമ്പിളായിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞു, അല്ലേ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസും ഉണ്ടാവും. അപ്പോൾ മാസും ആക്സിലറേഷനും ഉണ്ട്. മാസും ആക്സിലറേഷനും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സും എങ്ങോട്ടാണ് ഉണ്ടാവുക? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻറ്ററിലേക്കാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ വിളിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സ്. പക്ഷേ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നമ്മൾ FC എന്നാണ് എഴുതുക. സെൻട്രിപെറ്റൽ ഫോഴ്സ് FC = mv²/r. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ, mv²/r. m എന്ന് പറയുന്ന മാസാണ്, v എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, r എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ റേഡിയസ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു നമ്മൾ? ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ സർക്കുലാർ മോഷൻ എന്ന് വിളിക്കും. സർക്കുലാർ മോഷനിലുള്ള ഒബ്ജക്റ്റ് ഓരോ ടൈമിലും അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ഡയറക്ഷനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. വെലോസിറ്റി ചേഞ്ച് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യും ടുവാർഡ്സ് ഇറ്റ് സെൻറ്റർ ത്രൂ റേഡിയസിലൂടെ. അതിനെ നമ്മൾ വിളിക്കും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അങ്ങനെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പറഞ്ഞു? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു. സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് FC = mv²/r എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി ഈ ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണ്, പക്ഷേ ഈക്വൽ ടൈം കൊണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടുന്ന് ഇവിടെ എത്താൻ 2 സെക്കൻഡ് എടുത്തു, ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ 2 സെക്കൻഡ് എടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെക്കൻഡ്, ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെക്കൻഡ്, എല്ലാം ഈക്വൽ ടൈം കൊണ്ടാണ് ട്രാവൽ ചെയ്തത്. അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം കൊണ്ട് കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള സർക്കുലാർ മോഷനെ നമ്മൾ വിളിക്കും യൂണിഫോം സർക്കുലാർ മോഷൻ. നമ്മൾ യൂണിഫോം മോഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇത് സർക്കുലർ ആയതുകൊണ്ട് യൂണിഫോം സർക്കുലാർ മോഷൻ. അപ്പോൾ ഈക്വൽ ടൈം കൊണ്ട് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെ എക്സാമ്പിൾ വരിക? ഒരു പെൻഡുലം ക്ലോക്ക്. ആ പെൻഡുലം ക്ലോക്കിൻ്റെ സൂചി എന്ത് ചെയ്യുന്ന, ഒരു ക്ലോക്കിൻ്റെ സൂചി എന്ത് ചെയ്യുന്നുണ്ടാവും? കൃത്യമായിട്ട് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ടാവും. ഈക്വൽ ടൈം കൊണ്ടായിരിക്കില്ല അത് കറങ്ങി വരുന്നുണ്ടാവുക. അത് ഒരു യൂണിഫോം സർക്കുലാർ മോഷനാണ്. അതേപോലെ തന്നെ മൂണ് എർത്തിൻ്റെ അറൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. എത്ര സമയം കൊണ്ടാണ്? 27 ഡേയ്സ് കൊണ്ടാണ് കറങ്ങി വരുന്നത് ഒരു തവണ. അപ്പോൾ 27 ഡേയ്സ് കൃത്യമായിട്ട് അത് 27 ദിവസം കൊണ്ടായിരിക്കും കറങ്ങി വരുന്നുണ്ടാവുക. അപ്പോൾ ഈക്വൽ ടൈം കൊണ്ടാണ് കവർ ചെയ്ത് വരുന്നത്. അതൊക്കെ യൂണിഫോം സർക്കുലാർ മോഷന് എക്സാമ്പിളാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ
മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.